ഓരോ കഴുതയ്ക്കും പ്രത്യേകമായ ശബ്ദമുണ്ട്. 20 സെക്കൻഡ് വരെ നീളുന്നതാണവ. മരുഭൂമികളിൽ ഇവയുണ്ടാക്കുന്ന ശബ്ദം 3 കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കും. വിദൂരത്തുള്ള മറ്റ് കഴുതകളെ സാന്നിധ്യം അറിയിക്കാനും മറ്റുമായാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. വലിയ ചെവിക്കൂടകൾ നേർത്ത ശബ്ദം പോലും പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത് കൂടാതെ കഴുതയുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പൊതുവെ കടുത്ത ചാരനിറവും കറുപ്പ് നിറത്തിലുമാണ് കഴുതകൾ കാണപ്പെടുന്നത്. കാട്ടുകഴുത, ഇണക്കി വളർത്തുന്ന കഴുത എന്നിങ്ങനെ 2 കഴുത ഇനങ്ങളുണ്ട്. കാട്ടുകഴുതകൾക്ക് 5 അടി വരെ ഉയരമുണ്ടാകും. സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇവ സാധാരണയായി കൂട്ടമായി കാണപ്പെടുന്നത്. എന്നാൽ കുലാൻ കഴുതകൾ ഒരാൺകഴുതയും നിരവധി പെൺകഴുതകളും കുട്ടികളും അടങ്ങുന്ന കൂട്ടങ്ങളായാണ് ജീവിക്കുന്നത്. ആഫ്രിക്കൻ കാട്ടുകഴുതകളായ ഇക്വസ് ആഫ്രിക്കാനസിന്റെ പിൻഗാമികളാണ് ഇന്ന് നാം ഇണക്കി വളർത്തുന്ന കഴുതകൾ. 35 ഇഞ്ച് മുതൽ 59 ഇഞ്ച് വരെയാണ് ഇതിന്റെ ഉയരം. 12 മാസമാണ് കഴുതകളുടെ ഗർഭകാലം. കുതിരയെപ്പോലെ ഇരട്ടക്കുട്ടികളെ ഇവ പ്രസവിക്കുന്നത് തുലോം കുറവാണ്. പുല്ല്, വൈക്കോല്, പഴങ്ങൾ എന്നിവയാണ് പ്രധാന ഭക്ഷണങ്ങൾ. ആൺകഴുതയ്ക്കും പെൺകഴുതയ്ക്കും വേറെ വേറെ പേരൊന്നും മലയാളത്തിലില്ലെങ്കിലും ഇംഗ്ലീഷിൽ ആണിന് ജാക്ക് അല്ലെങ്കിൽ ജാക്കാസ് എന്നും പെണ്ണിന് ജെന്നി അല്ലെങ്കിൽ ജെനറ്റ് എന്നും പേരുണ്ട്. ആസ് എന്ന പ്രയോഗം ഇപ്പോൾ സാധാരണമല്ല. പകരം ഡോങ്കി എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൺകഴുതയ്ക്ക് പെൺകുതിരയിൽ ഉണ്ടാകുന്ന കുട്ടിയെ മ്യൂൾ എന്നാണ് വിളിക്കുക. ആൺകുതിരയ്ക്ക് പെൺകഴുതയിലുണ്ടാകുന്ന കുഞ്ഞിനെ ഹിന്നി എന്നും വിളിക്കുന്നു. മ്യൂളുകളാണ് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡായി ഉണ്ടാക്കി ലോകത്തെങ്ങും ഉപയോഗിക്കുന്നത്. കുതിരയുടെ രൂപവും കഴുതയുടെ അനുസരണയുമൊക്കെ ഉള്ളതിനാൽ മ്യൂളുകൾ എന്ന കോവർ കഴുതകളാണ് ധാരാളമായി യാത്രകൾക്കും ഭാരം ചുമക്കാനുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. കുതിരയ്ക്ക് 64 ക്രോമസോമുകളും കഴുതയ്ക്ക് 62 ക്രോമസോമുകളുമാണുള്ളത്. അതിനാൽ തന്നെ ഇവ ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളായ കോവർ കഴുതയ്ക്ക് 63 ക്രോമസോം മാത്രമേ ഉണ്ടാവൂ. അവയ്ക്ക് സന്താനശേഷി ഉണ്ടാവുകയുമില്ല. വരയൻ കുതിരകൾ എന്ന് വിളിക്കുന്ന സീബ്രകളുമായും ഇണചേർത്ത് കഴുതകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അവയെ സോങ്കി എന്നാണ് പറയുക. ഇന്ന് ലോകത്തെങ്ങുമായി 185-ലേറെ ബ്രീഡുകളിലായി 4 കോടിയിലേറെ കഴുതകളുണ്ട്.